പലതുകൊണ്ടും പടച്ചോ നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. പണം, ഭക്ഷണം എല്ലാം. ഞാൻ പറയാറുണ്ട്, ഭക്ഷണം പടച്ചോൻ ഒരു കാലത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. എന്റെ വല്യമ്മയൊക്കെ മരിക്കുന്നത് വരെ പറഞ്ഞിട്ടുണ്ട്, അന്ന് വയലുകളിൽ നെല്ല് കുത്താൻ പോയിട്ട് പിന്നെ ആ നെല്ല് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇടിച്ച് മാറ്റുന്ന സമയത്ത് അത് പൊടിക്കുമ്പോ കുറച്ച് തവിട് കിട്ടും, അതിൽ പഞ്ചസാര ഇട്ടിട്ടായിരുന്നു തിന്നല് എന്നൊക്കെ. ഇന്നോ ഓരോ റോഡിന്റെ വക്കിലും നമുക്ക് ആഗ്രഹിക്കുന്നത് വാങ്ങി തിന്നാൻ പറ്റും. അതും കേരളീയം മാത്രല്ല, ചൈനീസ്, തുർക്കിഷ്, ലബനാന്, ഇനി വേറെ രാജ്യങ്ങളുണ്ടോന്ന് അന്വേഷിച്ചോണ്ടിരിക്കുക. വേണ്ടാന്നോ തിന്നണ്ടാന്നോ അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഭക്ഷണം കൊണ്ടും പണം കൊണ്ടും പദവി കൊണ്ടും സൗകര്യം കൊണ്ടും പടച്ചോ നമ്മൾ ആഗ്രഹിക്കുമ്പോ, പണ്ടുകാലത്തൊന്നും മലമൂത്ര വിസർജനം നടത്താൻ പെൺകുട്ടികളും പെൺമക്കളും രാത്രിയാവാൻ കാത്തിരുന്നു. അന്ന് ബാത്റൂമുകളില്ല, വിസർജിക്കാൻ ഒരു സ്ഥലല്ല. ആരാന്റെ പറമ്പക്ക് കയറിപ്പോകുന്ന കാലഘട്ടത്തിൽ നിന്ന് അവനാന്റെ ബെഡിന്റെ തലക്കും ഭാഗത്ത് ബാത്റൂം ഉണ്ടാക്കുന്ന വികസനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ മറക്കാൻ പാടില്ല പടച്ചോനെ. കഴുത്തിലും കാലിലും വാരി വലിച്ചണിയാൻ പടച്ചോൻ തന്ന റഹ്മത്തിനെ അവസാനം മയ്യത്ത് കുളിപ്പിക്കുമ്പോ അയച്ചു വെക്കുന്ന പവന് 12.5 പവനിലധികം ഒരു ഉമ്മാക്കുണ്ട്. അതിന്റെ ഒരു 10% വേണ്ട, ഒരു പണത്തൂക്കം നിന്റെ കവറൊന്ന് വെളുക്കാൻ തിളങ്ങാൻ മാറ്റിവെക്കാൻ പറ്റിയിട്ടില്ലേ? അയച്ചു മാറ്റുന്ന സ്വർണ്ണാഭരണങ്ങൾ തിരിഞ്ഞു കുത്തുന്ന ഒരു ദിവസം വരും. ആ തിരിച്ചറിവാണ് മനുഷ്യരെ നമ്മളെ കബറിലേക്കുള്ള സമ്പാദ്യം. ആ സമ്പാദ്യത്തിന് അള്ളാഹു നൽകുന്ന അവസരങ്ങളാ ഇങ്ങനെയുള്ള